വിധി എന്ന രണ്ടക്ഷരമുള്ള വാക്ക്. ഗാലിബ് ഈ വിധിയെക്കുറിച്ച് സംസാരിക്കുന്നു. യെ നഥി ഹമാരി ഖിസ്മത്ത്, ഈ പ്രിയപ്പെട്ടവളുമായുള്ള സന്ധിപ്പ് എൻ്റെ വിധിയിലില്ലായിരുന്നു. ഈ കാത്തിരിപ്പ് ഇതുപോലെ തന്നെ തുടർന്നേനെ. 100 വർഷത്തിനും മുൻപ് തൻ്റെ സൗഹൃദങ്ങളെ തിരഞ്ഞ സമയത്തും ഇത് തന്നെയാണ് സംഭവിച്ചത് എന്ന് തോന്നുന്നു. കൊയ് ചാര് സാസ് ഹോത്ത, കൊയ് ഗം ഗുസാർ ഹോത്ത. ഇത് എവിടുത്തെ സൗഹൃദമാണ്? ഇത് എന്ത് സൗഹൃദമാണ്? വരിയാഴത്തിലേക്ക് സ്വാഗതം. വിധി എന്ന രണ്ടക്ഷരമുള്ള വാക്ക് നമ്മളെ പലപ്പോഴും കുഴക്കുന്നൊരു വാക്കാണത്. നമ്മൾ എന്ത് നേടിയാലും നമ്മൾ എന്ത് നേടാതിരുന്നാലും അതെൻ്റെ വിധിയാണ്, എൻ്റെ വിധി അങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്ന ആളുകളുണ്ട്. വിധി എന്ന സങ്കല്പത്തെ നമ്മുടെ ഭാഗ്യദോഷങ്ങളുടെ ഒരു കണക്ക് പുസ്തകമായിട്ടാണ് ആളുകൾ സങ്കല്പിച്ചു വരാറുള്ളത്. നമ്മൾ ചെയ്യുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതൊരു കാര്യവും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കണം എന്നില്ല എന്നുള്ളതാണ്. അവിടെ മറ്റ് ചില ഘടകങ്ങൾ കൂടെ ചേരുമ്പോൾ മാത്രമാണ് അത് യാഥാർത്ഥ്യമായി മാറുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ യഥാർത്ഥമായ വശം നമ്മളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നാണ് സാരം. പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും വിധി എന്ന് പറയുന്ന വാക്ക് കടന്നു വരാറുണ്ട്. ഗാലിബ് ഈ വിധിയെക്കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗസൽ, യെ നഥി हमारी किस्मत के विशाल यार होता. ये न थी हमारी किस्मत के विशाल यार होता, अगर और जीते रहते यही इंतज़ार होता. ये न थी हमारी किस्मत, ഇതായിരുന്നില്ല എൻ്റെ വിധി. ഏതായിരുന്നില്ല എന്നാണോ? കെ വിശാല യാർ ഹോത്ത, ഈ പ്രിയപ്പെട്ടവളുമായുള്ള സമാഗമം, ഈ പ്രിയപ്പെട്ടവളുമായുള്ള സന്ധിപ്പ് എൻ്റെ വിധിയിലില്ലായിരുന്നു. ഇതെൻ്റെ വിധിയിലുണ്ടായിരുന്നില്ല. അഗർ ഓർ ജീത്തെ രഹത്തെ, ഞാൻ ഇനിയും ജീവിക്കുകയായിരുന്നെങ്കിൽ, ഞാൻ ഇനിയും മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ, യഹി ഇന്തിസാർ ഹോത്ത, ഈ കാത്തിരിപ്പ് ഇതുപോലെ തന്നെ തുടർന്നേനെ. ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ച ശേഷം കാമുകൻ്റെ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ ഗസലിൽ പറഞ്ഞു വെക്കുന്നത്. അവളുമായൊരു സമാഗമം അതാഗ്രഹിച്ചുകൊണ്ടാണ് ഇത്രയും കാലം കാത്തിരുന്നത്. ആ കാത്തിരിപ്പിന് ഒരർത്ഥം ഉണ്ടായിരുന്നില്ല. കാരണം അതെൻ്റെ വിധിയിലില്ലായിരുന്നു, അതെൻ്റെ വിധി പുസ്തകത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതി ആയിരുന്നില്ല. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ, ഞാൻ ഇപ്പോഴും അവളെ കാത്തിരുന്ന ആ ജീവിതം ജീവിക്കുകയായിരുന്നെങ്കിൽ, യഹി ഇന്തിസാർ ഹോത്ത, ആ കാത്തിരിപ്പ് ഇപ്പോഴും തുടർന്നേനെ എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. ഗാലിബിൻ്റെ മനോഹരമായ ഗസലാണ്. ഈ ഗസലിൽ ഗാലിബ് തുടർന്ന് ചില ഈരടികൾ സംസാരിക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒരു ഈരടി സൗഹൃദത്തെക്കുറിച്ചാണ്. സൗഹൃദത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ സൗഹൃദം നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു തണലായിട്ടാണ്, ഒരു ശുശ്രൂഷയായിട്ടാണ്. എൻ്റെ സന്തോഷങ്ങളിൽ, സന്താപങ്ങളിൽ എന്നോടൊത്ത് ചരിക്കുന്ന ചില ആളുകൾ, അവരുടെ ഒരു കൂട്ടം, ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവുക, അതാണ് യഥാർത്ഥത്തിൽ സൗഹൃദം എന്ന് പറയുന്നത്. ആ സൗഹൃദത്തെയാണ് കവി തേടുന്നത്. കവി എന്ന് മാത്രമല്ല എല്ലാവരും തേടുന്നത്. പക്ഷേ പുതിയ കാലത്ത് സൗഹൃദങ്ങളെ തിരയുന്ന സമയത്ത് സൗഹൃദങ്ങൾ അങ്ങനെ അല്ല വർത്തിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഗാലിബ് 100 വർഷത്തിനും മുൻപ് തൻ്റെ സൗഹൃദങ്ങളെ തിരഞ്ഞ സമയത്തും ഇത് തന്നെയാണ് സംഭവിച്ചത് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഗാലിബ് ഇങ്ങനെ എഴുതിയത്, യെ കഹാ കി ദോസ്തി ഹൈ कि बने है दोस्त ना से, कोई चार साज होता, कोई गम गुजार होता.
കഹാ കി ദോസ്തി ഹെ, ഇത് എവിടുത്തെ സൗഹൃദമാണ്, ഇത് എന്ത് സൗഹൃദമാണ്? കെ ബനേ ഹെ ദോസ്ത് നാസിം. നോക്കൂ, ഈ സുഹൃത്ത് ഒരു ഉപദേശിയായി മാറിയിരിക്കുന്നു. എൻ്റെ സൗഹൃദങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സങ്കല്പിക്കുന്നത് അതല്ല. എൻ്റെ സുഹൃത്ത് എനിക്ക് ഒരു ശുശ്രൂഷകനാകണം, ഒരു കൂട്ടിരിപ്പുകാരനാകണം, എൻ്റെ സന്തോഷ സന്താപങ്ങളിൽ കൂടെ ചരിക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? യെ കഹാ കി ദോസ്തി ഹേ കെ ബനേ ഹെ ദോസ്ത് നാസിം. ഈ സുഹൃത്ത് ഒരു ഉപദേശിയായി മാറിയിരിക്കുന്നു. എന്ത് ചെയ്യും? കൊയ് ചാര് സാസ് ഹോത്ത, മുറി വണക്കുന്നവനായി ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. കൊയ് ഗം ഗുസാർ ഹോത്ത, ആരെങ്കിലും സാന്ത്വനിപ്പിക്കുന്നവനായി ഉണ്ടായിരുന്നെങ്കിൽ. വളരെ മനോഹരമായൊരു ഗസലാണ്, വളരെ മനോഹരമായി എഴുതപ്പെട്ടൊരു ഗസൽ. സൗഹൃദത്തിൻ്റെ, പ്രണയത്തിൻ്റെ തീക്ഷ്ണത, അതിൻ്റെ വിവിധ അവസ്ഥാന്തരങ്ങളൊക്കെ സംസാരിക്കുന്ന ഗസൽ. അതിലെ 2 ഇരടികളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. ഗാലിബിൻ്റെ ഇരടികളാണ്. അവയെക്കുറിച്ച് സംസാരിക്കുക എന്നത് തന്നെ വലിയ സാഹസമാണ്. മറ്റ് ഇരടികൾ നമുക്ക് പിന്നീടൊരിക്കൽ ചർച്ചയ്ക്ക് വെക്കാം. ഏറെ നന്ദി.